ആയല്ലോ മക്കളെ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കിയോ? നമ്മള് ബയോമോളിക്യൂൾസിന്റെ ന്യൂക്ലിക് ആസിഡ് ഒക്കെയാ പഠിച്ചുകൊണ്ടിരുന്നത്. ന്യൂക്ലിയോടൈഡുകളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസും ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ. അപ്പം നമ്മുടെ എന്താ പറയുക, പെൻഡോസ് ഷുഗറിന്റെ 1' കാർബണയിൽ ഒരു ബേസും ഉണ്ടാകും, 5' കാർബണയിൽ ഒരു ഫോസ്ഫേറ്റും ഉണ്ടാകും. സിംപിളി അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇമാരെങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇപ്പം ഇത് എന്താ പറയുക, ന്യൂക്ലിയോടൈഡ്സ് എന്ന ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ബിറ്റ്വീൻ 5' ആൻഡ് 3' കാർബൺ ആറ്റം അല്ലെ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഡയസ്റ്റർ, ഞാൻ ബേസും ഷുഗറിനും ഫോസ്ഫേറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്, ബേസ് ഷുഗർ ഫോസ്ഫേറ്റ്, ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് എന്നാ പറഞ്ഞത് അല്ലെ. ഈ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെയാ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജിൽ. അപ്പൊ ഇവന്മാര് തമ്മിൽ ജോയിൻ ചെയ്യണ്ടേ ഈ ന്യൂക്ലിയോടൈഡുകൾ, പോളി ന്യൂക്ലിയോടൈഡ് കിട്ടണ്ടേ. ഈ ഫസ്റ്റ് ന്യൂക്ലിയോടൈഡ് സെക്കൻഡ് ന്യൂക്ലിയോടൈഡുമായിട്ട് എങ്ങനെയാ നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം. ഇതിപ്പോ ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് ആണ്. ഇതിങ്ങനെ ഇഷ്ടം പോലെ വരും കേട്ടോ മക്കളെ. ഇതുണ്ടോ, ഈ നമ്മള് ഫസ്റ്റ് മേളത്തെ നോക്കി ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് എടുത്തു, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ലിങ്കേജ് വന്നു. ഇതിന്റെ 3' എൻഡ് കണ്ടോ, ഒരു OH ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കും ശരിയല്ലേ. 3' എൻഡിലെ OH ഗ്രൂപ്പ് ഇതിന്റെ താഴെയുള്ള ഫോസ്ഫേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജോയിൻ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ വരുന്ന ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ഇവരുമായിട്ടാണ് ജോയിനിങ് വന്നിരിക്കുന്നത് കണ്ടോ. ഈ ഭാഗം ഇവിടേക്ക് വരിക ചെയ്യുന്നത്, ഇവർ രണ്ടും കൂടെ ലിങ്കേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് അല്ലെ. ഇതിങ്ങനെ അടുത്ത ഭാഗം ഈ OH അടുത്തടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്ത് പോളിന്യൂക്ലിയോടൈഡുകൾ അല്ലേ നമുക്ക് കിട്ടുന്നത് അല്ലെ. എന്താണേലും ഏറ്റവും അവസാനം ഒരു OH ഗ്രൂപ്പ് അവിടെ ഫ്രീ ഉണ്ടാകും. H+ ആസിഡ്സിനെ കൊടുക്കുന്നവരാണ്. H+ മീൻസ് അസിഡിക് ആണ്, O- ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും DNA എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. എന്നിട്ട് DNA നമ്മൾ നെഗറ്റീവ്ലി ചാർജ് ആണെന്ന് മനസ്സിലാക്കുന്ന ഇലക്ട്രോഫോറസിസ് ഒക്കെ നടത്തി ഞാനൊന്നും പറയാൻ വരുന്നില്ല. ആ ഡീറ്റെയിൽസിലേക്ക് ഒന്നും ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് കേട്ടോ. ജസ്റ്റ് ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. സോ ടിപ്പിക്കൽ ന്യൂക്ലിയോടൈഡ്, ഇവിടെ ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് ആണ്. ആക്ച്വലി DNA എന്ന് പറഞ്ഞാൽ എന്താണ്, പോളി ന്യൂക്ലിയോടൈഡുകളാണ് അല്ലെ. അപ്പൊ അതിന്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് ഇങ്ങനെ N യൂണിറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പോളി ന്യൂക്ലിയോടൈഡ് അല്ലെ. ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ചെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിൾ അല്ലേ അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ കാണുന്ന സ്ട്രക്ചർ ജസ്റ്റ് ഇതിപ്പോ നമ്മൾ കാണുന്ന പ്രൈമറി സ്ട്രക്ചർ ആണ് കാണുന്നത് അല്ലെ. ന്യൂക്ലിക് ആസിഡുകളുടെ ഒരു പ്രൈമറി സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ DNA ഒരു ട്വിസ്റ്റഡ് വേർഷൻ ഉണ്ട്. നമ്മൾ സിസ്ട്രാൻസ് ഐസോമർസ് ഒക്കെ പറയില്ലേ, ഇങ്ങനെ സ്ലൈറ്റ്ലി ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ബോണ്ടിന്റെ ട്വിസ്റ്റിംഗ് ഒക്കെ പറയില്ലേ. കംപ്ലീറ്റ് റൊട്ടേഷൻ അല്ല, ഇങ്ങനെ ട്വിസ്റ്റിംഗ് വരത്തില്ലേ. അപ്പൊ അതേപോലെ ഒരു ട്വിസ്റ്റഡ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നമുക്കുണ്ട്. സോറി, ഗ്ലൂക്കോസ് അല്ല, DNA നമുക്ക് പഠിക്കാണ്ട്. സോറി, ഞാൻ ഗ്ലൂക്കോസ് എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് എ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ശരിയല്ലേ. ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്, ദാറ്റ് ഈസ് എ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA. DNAക്ക് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറും RNAക്ക് എന്താണ്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറും. സിംഗിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് ഈസ് പ്രസന്റ് വിച്ച് സംടൈംസ് ഫോൾസ് ബാക്ക് ഓൺ ഇറ്റ്സെൽഫ്, ഫോൾഡ് ചെയ്യുന്നത് ഇറ്റ്സെൽഫ് ആയിട്ട്. RNA മോളിക്യൂൾസ് ആർ ഓഫ് 3 type. സോ ദേ പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. എനിവേ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം മക്കളെ. അതായത് ഇങ്ങനെ നിൽക്കുന്ന മോളിക്യൂൾ ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫീൽ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ. അത് DNA-ക്കാണ് ഡബിൾ സ്റ്റാൻഡേർഡ്, RNA-ക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ ഇത് NCERT എടുത്ത പിക്ചർ ആണ്. നിങ്ങൾ നോക്കി മക്കളെ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA അല്ലെങ്കിൽ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA കണ്ടോ. 5' എൻഡും 3' എൻഡും കണ്ടോ, അവിടെ ജോയിൻ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ടോ. അവിടെയാണ് 5' എൻഡിലും 3' എൻഡിലും ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്ന ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് വരുന്നത്. ഇനി നൈട്രോജിനസ് ബേസുകൾ നിങ്ങൾ നോക്കിക്കേ, അഡനൈൻ തൈമിനോടും ഗ്വാനൈൻ സൈറ്റോസിനോടും അല്ലെ. അഡനൈൻ തൈമിനോടും ഗ്വാനൈൻ സൈറ്റോസിനോട് ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതാ ഞാൻ കുറെ കഴിഞ്ഞ ക്ലാസ്സിലാത്തോന്ന് പറഞ്ഞല്ലേ, നിങ്ങളോട് മുമ്പ് പറഞ്ഞു ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, പ്യൂരിൻ പിരമിഡിനോട് മാത്രമല്ലേ, പിരമിഡിൻ പ്യൂരിനോട് മാത്രമേ ചേരുള്ളൂ, അഡനൈൻ തൈമിനോടും ഗ്വാനൈൻ സൈറ്റോസിനോടും. ആ സമയത്ത് നമുക്കറിയാം എന്താണ്, തൈമിൻ പറഞ്ഞ സംഭവം എവിടെ RNA ഇല്ല, പകരം യുറാസിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി RNA 3 type ഉണ്ട് മക്കളെ. ഇതിനൊന്നും ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. മെസ്സഞ്ചർ RNA, റിബോസോമൽ RNA ആൻഡ് ട്രാൻസ്ഫർ RNA ശരിയല്ലേ. അപ്പം മെസ്സേജസ് ഒക്കെ കൊണ്ടുവന്ന് റിബോസോമൽ RNAക്ക് കൊടുത്ത് അവൻ പ്രോട്ടീൻ സിന്തസിസ് ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. എന്താ പറയാ, നിങ്ങൾ ഇങ്ങനെ കോഡിങ്ങും ഡീകോഡിങ്ങും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ടാവും. ഞാൻ ആ ഡീറ്റെയിൽസ് ഒന്നും പോകുന്നത്, നമുക്ക് ജസ്റ്റ് ഇത്
എന്താണെന്നൊന്ന് മാത്രം അറിഞ്ഞാൽ മതി. സോ mRNA, rRNA ആൻഡ് tRNA ആർ ദ 3 types of RNA. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു പിക്ചർ കൂടെ നിങ്ങളെ കാണിച്ചു തരാം മക്കളെ. സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൽ. കണ്ടോ, ദേ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ RNA ആണ്. യുറാസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് RNA ആണ്. കണ്ടോ, ദേ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ കണ്ടോ, നിങ്ങൾ നോക്കൂ. ഗ്വാനിൻ, സൈറ്റോസിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ലൈക്ക് ദാറ്റ്. കണ്ടോ, സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണ്, സിംഗിൾ ഹെലിക്കൽ സ്ട്രക്ചർ. മറ്റേത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ബേസ് പെയറിംഗ് ആണ് അതെ അഡനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനുമായിട്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ സൈറ്റോസിൻ, ഗ്വാനിൻ, അഡനിൻ, തൈമിൻ. ഉണ്ടോ, തൈമിന് പകരം ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, യുറാസിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ, ഓക്കെ. ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള കാര്യങ്ങളല്ലേ അല്ലേ. ഓക്കെ, ഇതാണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്, DNA, RNA തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ അല്ലേ. ഇനി DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ മക്കളെ. അതായത് DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന്, കള്ളന്മാരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫോറൻസിക് ലബോറട്ടറിക്കാരെ DNA ഫിംഗർ പ്രിന്റ് ചെയ്യാറുണ്ട്, ശരിയല്ലേ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രിമിനൽസ് ആണ്. ഓക്കെ, ഇപ്പം വിരലടയാളമൊക്കെ എടുക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ മുടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്, കേട്ടിട്ടില്ലേ നിങ്ങൾ. പിന്നെ അതേപോലെ പാറ്റേണിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ അല്ലെ. ചില പേരൻസ് പറയില്ലേ, എൻ്റെ കുട്ടിയല്ല പറയുമ്പം നമ്മൾ പേരന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ, ഫാദറിനെയാണ് പാറ്റേണിറ്റി ഐഡന്റിഫിക്കേഷൻ. പിന്നെ ഒരു വലിയ ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ. ഇപ്പൊ തന്നെ നമുക്കറിയാം, എന്താ പറയാ, ഒരു പ്ലെയിൻ ക്രാഷ് നടന്നാലോ അല്ലെങ്കിൽ ഒരു എർത്ത് ക്വേക്ക് നടന്നാലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നാലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, കുറെ ആൾക്കാർ അതിനകത്ത് പെട്ടുപോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബന്ധുക്കളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അകച്ചാൻ ബോഡി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ എന്താ പറയുന്ന ഏതെങ്കിലും ഒരു എന്താ പറയാ മുടിയോ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് മാച്ച് ആണോ നോക്കുന്നുണ്ട്. അതാണ് എന്താണ്, ഐഡന്റിഫൈ ദ ഡെഡ് ബോഡീസ് ഇൻ എനി ആക്സിഡന്റ് ബൈ കമ്പയറിംഗ് ദ DNA ഓഫ് പാരന്റ്സ് ഓർ ചൈൽഡ് കേട്ടോ, ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ദെൻ റാഷ്യൽ ഗ്രൂപ്പ് ടു റീറൈറ്റ് ദ ബയോളജിക്കൽ ഇവല്യൂഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നിട്ടാ നമ്മളൊക്കെ ദ്രാവിഡൻ റേസും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ആര്യൻ റേസ് എന്നാ പറയുന്നത് അല്ലെ. ജർമ്മൻ ആര്യന്റെ ആണെന്നാണ് പറയുന്നത്, എനിവേ ആണെന്ന് തോന്നുന്നു. അതിലിങ്ങനെ കുറെ സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട് മക്കളെ. അപ്പൊ നമ്മൾ ഏത് റേസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ടെക്നോളജിയാണ് ലേറ്റസ്റ്റ് അല്ലേ, DNA ഫിംഗർ പ്രിന്റിങ്. കാരണം ആൻസിസ്റ്റർ തൊട്ട് ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. വേണ്ടതും വേണ്ടാത്തതുമായ നല്ലതും ചീത്തയായ ഓരോ ക്യാരക്ടറും നമുക്കും കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ അല്ലേ. ഇതൊക്കെയാണ് DNA ഫിംഗർ പ്രിന്റിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഓക്കെ, ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ഓൾറെഡി കണ്ട കാര്യങ്ങൾ ഞാൻ ടെക്സ്റ്റിൽ ഒന്ന് ഇങ്ങോട്ട് പോയിന്റ് ഔട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ്സ് ഒക്കെ ഉള്ളൂ, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഇല്ല കേട്ടോ. ഐ തിങ്ക് സോ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞു വരുന്നൊന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിലേ ഉള്ളൂ, പഴയതിലില്ല. ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൽ. DNA is a chemical basis of hereditary and may be regarded as a റിസർവ് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ. ശരിയല്ലേ മക്കളെ, ഒരു ജനറേഷൻ തൊട്ട് അടുത്ത ജനറേഷനിലേക്ക് ജനറ്റിക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് DNA യുടെ. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ ഐഡന്റിറ്റി ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസം ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ശരിയല്ലേ? സോ റെസ്പോൺസിബിൾ, അവരുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലും ഈ DNA ആണ്. ആൻഡ് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൽഫ് ഡ്യൂപ്ലിക്കേറ്റിംഗ് അല്ലെ. DNA യുടെ ഒക്കെ പ്രത്യേകതയാണ് സെൽഫ് റെപ്ലിക്കേഷൻ ഡ്യൂറിംഗ് ദ സെൽ ഡിവിഷൻ ആൻഡ് ഐഡന്റിക്കൽ DNA strands are transferred to daughter cells. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ് സെൽഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. സോ another important function of nucleic acid is the protein synthesis. RNA യുടെ വലിയ പ്രത്യേകതയാണ് എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. These are synthesized by various RNA molecule in the cell, but the message for the synthesis of particular protein is present in DNA ആണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ RNA-കള് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെസ്സേജ് ഫോർ ദ സിന്തസിസ് ഓഫ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഇസ് പ്രസന്റ് ഇൻ DNA. അവരത് ഡീകോഡ് ചെയ്ത് റീഡ് ചെയ്ത് എടുത്തോളൂ, നമ്മൾ പേടിക്കേണ്ട. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ, അതായത് ഒരു ജനറേഷൻ ടു ജനറേഷൻ ക്യാരക്ടർ അതൊക്കെ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, DNA വഴിയാണ് അല്ലെ. അപ്പൊ DNA-യുടെ വലിയൊരു പ്രോപ്പർട്ടിയാണ് സെൽഫ് റെപ്ലിക്കേഷൻ എന്നുള്ളത്. പിന്നെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെ, നമുക്ക് ഒരിക്കലും എന്താ വിട്ടുകളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞത്. ഇനി
പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ടോപ്പിക്കും കൂടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. മക്കളെ ഒരുപാട് പഴയ ബുക്ക് യൂസ് ചെയ്യുന്നവരുടെ ബുക്കിനകത്ത് ഉണ്ടാവില്ല ഹോർമോൺസ്. പിന്നെ കുറച്ച് പഴയതാണെങ്കിൽ അവരുടെ ലാസ്റ്റ് പേജിലായിട്ട് അല്ലെങ്കിൽ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ ലാസ്റ്റ് പേജിലായിട്ട് ഈ ഹോർമോൺസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാത്ത അതിലും പഴയ ബുക്കാണ് ഇതൊന്നും അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. ലേറ്റസ്റ്റ് ബുക്കാണ് ഇതെല്ലാം ബുക്കിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ബയോക്കാരോട് ഈ ഹോർമോൺസിന്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലേ, ബയോക്കാർക്ക് ഇതൊക്കെ അറിയാലോ. എനിവേ ഞാൻ ഈ പറയുന്നതൊക്കെ ഇതൊക്കെ നിങ്ങൾ കേട്ട് പലയിടത്താണ് നിങ്ങൾ പല ചാപ്റ്റർ ആയിട്ട് പഠിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എഞ്ചിനീയറിംഗ് കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, കാരണം അവരിപ്പോഴേ ഇവിടെ പഠിക്കുന്നുള്ളൂ കേട്ടോ. ബയോളജി കുട്ടികൾ ഇത് ബയോളജി ബുക്കിലുണ്ടെങ്കിൽ യു റീഡ് യുവർ ബയോളജി ടെക്സ്റ്റ് ബുക്ക്, സോ ബെറ്റർ ദാൻ അവർ ടെക്സ്റ്റ് ബുക്ക്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ബുക്കിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഹോർമോൺസ് എന്താ മക്കളെ? ദാറ്റ് ഈസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ് അല്ലേ. സോ ഹോർമോൺസ് ആർ മോളിക്യൂൾസ് ദാറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ് കേട്ടോ. ഓർത്ത് വെക്കണം, ഹോർമോൺസ് എല്ലാം ഇന്റർസെല്ലുലാർ എന്താണ് മോളിക്യൂൾ, പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ്. മെസ്സേജ് പാസ് ചെയ്യാൻ ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലോട്ട് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. സോ ഹോർമോൺസ് ആർ ദ മോളിക്യൂൾ ദാറ്റ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. ഓക്കെ, ഇനി സോ ദീസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ് കേട്ടോ. ഇത് ബയോക്കാരോടല്ല ഞാൻ പറയുന്നത്, ബയോക്കാരൊന്നും എന്നോട് സദയം ക്ഷമിക്കണം, കാരണം എഞ്ചിനീയറിംഗ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് വേണമല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യം എനിക്ക് അറിയാം മക്കളെ. ഓക്കെ, സോ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻ ദ ബോഡി ആൻഡ് എന്താണ് poured directly in the blood stream which transports them to site of action. കണ്ടോ മക്കളെ, എന്ത് സുഖമാ പരിപാടി നോക്കൂ. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നു, നേരെ എവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുന്നു. അവൻ വേണ്ടത് എവിടാന്ന് വെച്ചാൽ അവിടെ എത്തിക്കുക ചെയ്യുന്നത് അല്ലേ. സോ ദേ ഹാവ് സെവറൽ ഫങ്ഷൻസ് ഇൻ അവർ ബോഡി. ഓക്കെ, ദേ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഹോർമോണൽ ഇംബാലൻസ് വന്നാണ്ടല്ലോ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഓരോരോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ചിലർക്ക് എന്താ പറയുന്ന അൺയൂഷ്വൽ ഗ്രോത്ത് ഓഫ് എന്താ പറയാ ഹെയർ, നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ എന്താ പറയാ വല്ലാണ്ട് വളരും. പിന്നെ മുഖത്തൊക്കെ വരുന്നത്, പിന്നെ ബോഡി ചിലർക്ക് വണ്ണം വെക്കുന്നത്, ചിലർ മെലിയുന്നത്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് മക്കളെ. ഇപ്പൊ തൈറോയിഡ് തന്നെ നിങ്ങൾക്കറിയില്ലേ, ചിലരുടെ ബോഡി വലുതാവും, തൈറോയിഡിന് പ്രോബ്ലം ഉണ്ട്, ചിലർ വല്ലാണ്ട് മെലിഞ്ഞു പോകുന്നുണ്ട് അല്ലെ. പുറത്തോട്ട് തള്ളി വരാം, അകത്തോട്ട് വരാം ഇല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ പറയുക, ഹോർമോണൽ ഇംബാലൻസിന്റെ ഒരു പ്രശ്നമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ നോക്കിക്ക്, നേരെ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുന്നു. ബ്ലഡ് പോണ വഴിക്കെല്ലാം കൊടുത്തു പോവുക ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവൻ ഇങ്ങനെയൊക്കെയാ നമ്മൾ പറഞ്ഞാലും ഇവൻ എന്തുണ്ട്, ഇവന്റെ ഇംബാലൻസ് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ബോഡിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് നോക്കാം. ഞാൻ ടെക്സ്റ്റേന്ന് കുറച്ച് സെന്റൻസ് എടുത്തതാണ്. എസ്പെഷ്യലി ഞാൻ ഈ സെന്റൻസ് ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ മക്കളെ? ആരെങ്കിലും പഴയ NCERT യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഈ സെന്റൻസുകളൊക്കെ ഒന്ന് കണ്ടോട്ടെ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് സെന്റൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ആവശ്യമുള്ളതൊക്കെ മാത്രം. അപ്പൊ നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേജുകളൊന്ന് റീഡ് ചെയ്യണം. ഇപ്പം ഇത് ഞാൻ നിങ്ങൾ കണ്ടോട്ടെ വിചാരിച്ചാൽ പഴയ NCERT യൂസ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബുക്കിനകത്ത് ഇത് ഉണ്ടാവില്ല. ഉണ്ടാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ നിന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദീസ് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബയോളജിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻസ്, അതായത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ഹോർമോണിന് നമ്മുടെ ബോഡിയിൽ ഒരു റോൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് 1-2 തൊട്ടത് നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കി പോകാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നോക്കാം. The role of insulin തൊട്ടൊന്ന് നോക്കിയേ മക്കളെ. The role of insulin നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, കേട്ടോ. The role of insulin in keeping the blood glucose level within the narrow limit is an example of this function. ശരിയല്ലേ മക്കളെ? ഇൻസുലിൻ നിങ്ങൾക്കറിയാം, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങൾ അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. അതിൽ എന്താ വന്നിരിക്കുന്നത്? നമുക്ക് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 ഒക്കെ ഇല്ലേ അല്ലേ. ഇതുണ്ട് റോൾ ഓഫ് ഇൻസുലിൻ കീപ്പിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വിത്തിൻ ദ നാരോ ലിമിറ്റ്. ശരിയല്ലേ മക്കളെ? ഇൻസുലിൻ ലെവൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഷൂട്ടപ്പ് ആകും, അത് ഡൗൺ ആകും. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസുലിൻ എന്താ പറയുക ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, ഗുളികകൾ കഴിക്കുന്നുണ്ട്. ശരിയല്ലേ? ഹോർമോണൽ ഇംബാലൻസ് ഒരു പ്രശ്നമാണ് കേട്ടോ. എക്സാമ്പിൾ ഓഫ് ദിസ് ഫംഗ്ഷൻ. അനദർ വൺ ഈസ്
എന്താണ് എഫിനെഫ്രിൻ ആൻഡ് നോറെഫിനെഫ്രിൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ് മീഡിയേറ്റ് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെ ഇങ്ങനെയൊക്കെ അടിക്കുക, ചൂട് തട്ടുക അല്ലെ, അപ്പൊ അതിലൊക്കെ എന്താണ് വന്നിരിക്കുന്നത് റെസ്പോൺസിബിൾ ആണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പേരാണ്. സോ എഫിനെഫ്രിൻ ആൻഡ് നോറെഫിനെഫ്രിൻ എന്താണ് മീഡിയേറ്റ് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഓക്കെ, ചൂട് തട്ടുകയും തണുപ്പ് വരികയും അങ്ങനത്തേതൊക്കെ അല്ലേ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ growth hormones and sex hormones play role in growth and development. ശരിയല്ലേ? ഓക്കെ, തൈറോക്സിൻ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, തൈറോക്സിൻ എന്ന് പറഞ്ഞത് produced in the thyroid gland and iodinated derivatives of amino acid tyrosine എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ. So thyroxine produced in the thyroid gland is an iodinated derivative of amino acid tyrosine. അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പേര് ടൈറോസിൻ എന്ന് പറഞ്ഞത്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെ, ഈ തൈറോക്സിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്സിന്റെ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും തൈറോക്സിൻ ആണ് നമ്മുടെ എന്ത് പറഞ്ഞിരിക്കുന്നത് ഹോർമോൺ. ഓക്കെ, ഇനി അബ്നോർമലി ലോ ലെവൽ ഓഫ് തൈറോക്സിൻ. ഓക്കെ മക്കളെ കണ്ടോ, തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ലീഡ്സ് ടു ഹൈപ്പോതൈറോയിഡിസം ആൻഡ് വിച്ച് ക്യാരക്ടറൈസ്ഡ് ബൈ ലെഥാർജിനസ് ആൻഡ് ഒബേസിറ്റി. നമുക്കൊരു ക്ഷീണാവസ്ഥയാണ് കേട്ടോ മക്കളെ, ഒരു സുഖകരമായി തോന്നില്ല, ഇപ്പൊ ഒരു ക്ഷീണം തോന്നുന്നതാണ് ലെഥാർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉഷാറില്ലായ്മയാണ് ലെഥാർജി ആൻഡ് ഒബേസിറ്റി. തടി കൂടും. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞില്ലേടാ പിള്ളേരെ, ഈ എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ മാതിരി തൈറോയിഡ് ഗ്ലാൻഡിന് തൈറോയിഡ് പ്രശ്നം വരുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഹോർമോൺ പ്രശ്നം ഇംബാലൻസ് വരുമ്പോൾ ചിലർക്ക് വണ്ണം കൂടും, ചിലർക്ക് വണ്ണം കുറയും, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഡോക്ടർ പറയില്ലേ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് അല്ലേ, അതാണ് സംഭവം കേട്ടോ. ആൻഡ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് തൈറോക്സിൻ കോസ് ഹൈപ്പർ തൈറോയിഡിസം. കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നം കേട്ടോ. അപ്പം ലോ ലെവലാണ് നമുക്ക് തൈറോക്സിൻ വന്നെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസവും, ഹൈ ലെവൽ ആണെങ്കിൽ എന്ത് വന്നിട്ടുണ്ട് ഹൈപ്പർ തൈറോയിഡിസവും കണ്ടോ. വലിയ വലിയ കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് നിന്നാലേ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടത് എന്താണ്, ഒന്ന് ഇൻസുലിൻ ആണ്, കീപ്പിംഗ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആസ് നോർമൽ അല്ലെ, ഇൻസുലിന്റെ റോൾ ആണത്. പിന്നെ എപ്പിനെഫ്രിനും നോറെഫിനെഫ്രിനും എന്താ ചെയ്യുന്നത്, എക്സ്റ്റേണൽ സ്റ്റിമുലസിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺസും സെക്സ് ഹോർമോൺസും എന്താണ്, ഗ്രോത്തും ഡെവലപ്മെന്റിനെയും റിലേറ്റഡ് ആണ്. ഈ തൈറോക്സിൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. അത് കുറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകും, കൂടിയാൽ എന്താണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും അല്ലെ, ഇൻക്രീസ് ചെയ്താൽ hyperthyroidism. Okay, then steroid hormones in the case steroid hormone produced by the adrenal cortex അല്ലെ, steroid ഹോർമോണുകളാണ് adrenal cortex ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഗൊണാഡ്സ് അല്ലെ. സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കുന്ന തരം ഹോർമോണുകളാണ് ശരിയല്ലേ. ഈ ചില ന്യൂറൽ ഡിസോർഡർ ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റീറോയിഡ് ചേർന്ന്, ചിലപ്പോൾ വീസിങ് ഒക്കെ വരുന്ന സമയത്തും സ്റ്റീറോയിഡ് ചേർന്ന മരുന്നുകൾ തരാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് ഗൊണാഡ്സ്. ഇഫ് അഡ്രിനൽ കോർട്ടെക്സ് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, one of the results may be Addison's disease. നിങ്ങൾ ബയോക്കാർക്ക് അറിയായിരിക്കും ഇത്, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കുഞ്ഞുങ്ങൾ ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ മക്കളെ. നിങ്ങളുടെ ബുക്കിൽ ഈ സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കണ്ടോട്ടെ വിചാരിച്ചാണ് ഞാൻ ഇവിടെ വെച്ചിരുന്നത്. അഡ്രിനൽ കോർട്ടെക്സ് നിങ്ങൾ ഓർത്ത് വെക്കണം. അഡ്രിനൽ കോർട്ടെക്സ് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി, then one of the results may be Addison's disease characterized by hypoglycemia, weakness and increased susceptibility to stress അല്ലേ. സ്ട്രെസ് പ്രശ്നമാണല്ലോ കണ്ടോ, നോക്കിക്കേ ഇതിന്റെ റോള് കണ്ടോ മക്കളെ. അതായത് സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്, അഡ്രിനൽ കോർട്ടെക്സും ഗുണാഡുകളുമാണ്. പിന്നെ ഈ അഡ്രിനൽ കോർട്ടെക്സ് ഡസ് നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി കണ്ടോ എന്തൊക്കെ പ്രശ്നമാണെന്ന്. റിസൾട്ട്സ് മേ ബി ആഡിസൺസ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ. ഗ്ലൈസീമിക് ഇൻഡെക്സുകൾ നമ്മൾ നോക്കാറുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ, then weakness and increased susceptibility to stress. Okay, വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ്. Okay, then another നമ്മുടെ എന്താ പറയുക സ്റ്റിറോയിഡ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റെറോൺ. സോ മേജർ സെക്സ് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ്ഡ് ഇൻ മെയിൽസ്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡറി മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ശരിയല്ലേ. ചെറിയ പ്രായത്തിൽ നിന്ന് ശബ്ദ വേരിയേഷൻ വരുന്നത്, ഡീപ്പ് വോയിസ് ആവുന്നു, then facial hair, general physical development etc. Okay, then എസ്ട്രാഡയോൾ അതൊരു ഫീമെയിൽ ഹോർമോൺ ആണ് കേട്ടോ. എസ്ട്രാഡയോൾ ഇവിടെ നമ്മൾ ടെസ്റ്റോസ്റ്റെറോൺ പറഞ്ഞു, ഇവിടെ എസ്ട്രാഡയോൾ പറഞ്ഞിട്ടുണ്ട്. then
It is responsible for the again secondary development of female characteristics, participate in the control of the menstrual cycle. And last one ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് പ്രൊജസ്റ്ററോൺ. അതും ഒരു ഫിമെയിൽ ഹോർമോൺ ആണ്, responsible for preparing the uterus for implantation of fertile egg അല്ലെ. അപ്പം ഇതിൽ തന്നിരിക്കുന്നത് ലാസ്റ്റ് പേജിലേക്ക് വന്നത് NCERT തന്നെ ഉള്ളതാണ്. സ്റ്റിറോയിഡ് ഹോർമോണിനകത്ത് അഡ്രിനൽ കോർട്ടെക്സും ഗൊണാഡുകളുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ അഡ്രിനൽ കോർട്ടെക്സ് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാതിരുന്നാൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു അസുഖം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പേരാണ് ആഡിസൺസ് ഡിസീസ്. ഓക്കെ, അതിന്റെ കുഴപ്പം കൊണ്ടുണ്ടാവുന്ന എന്താണ്, ഹൈപ്പോഗ്ലൈസീമിയ, ദെൻ വീക്ക്നെസ്, ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി ടു സ്ട്രെസ് അല്ലെ. ദെൻ അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, വേറൊരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് മെയിൽ ഹോർമോൺ ആണ്. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡറി മെയിൽ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി വോയിസ്, ഹെയർ ഗ്രൂത്ത്, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ദെൻ ജനറൽ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ചെറിയ പ്രായത്തിൽ നിന്ന് അവരുടെ ആ ഷേപ്പും അതെല്ലാം മാറി വരുന്നില്ലേ, അത് തന്നെ കാര്യം. ഓക്കെ, ദെൻ അനദർ ഹോർമോൺ ആണ്, ഫിമെയിൽ ഹോർമോൺ ആണ് എസ്ട്രാഡയോളും. പിന്നെ വന്നിരിക്കുന്ന പ്രൊജസ്ട്രോൺ. ഈ എസ്ട്രാഡയോൾ ആണ് സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കൺട്രോൾ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. ദെൻ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ അത് വേറെ ഹോർമോൺ ആണ്. അതെന്താണ്, യൂട്രസിനെ ഒന്ന് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്ന ഒരു എഗ്ഗ് വന്ന് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ ക്യാരി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ പറഞ്ഞ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് അല്ലെ. ഓക്കെ, നമ്മൾ ഹോർമോൺ പഠിച്ചവർക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. ദെൻ ഞാനിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങളിവിടെ നോക്കൂ. എനിക്ക് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവണം ഈ പിക്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ. ദെൻ ഹൈപ്പോതലാമസ്, പിനിയൽ ഗ്ലാൻഡ്, മെലാറ്റോണിൻ എന്നൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്, ഡോപ്പാമിൻ, സൊമാറ്റോസ്റ്റെയിൻ, വാസോപ്രസിൻ അല്ലെ. ഓക്സിറ്റോസിനും വാസോപ്രസിനും ഒക്കെ എല്ലാവരും കേൾക്കുന്നത് കേട്ടോ, എനിക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്ത് വന്നിരിക്കുന്നതല്ലേ അല്ലെ. സോ ഈ നമ്മുടെ ബർത്ത് ടൈമിൽ ഉണ്ടാവുന്ന രണ്ട് ഹോർമോൺ അല്ലേ ഇത്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് FSH, MSH എന്നും LH എന്നൊക്കെ അല്ലേ പഠിച്ചിരിക്കുന്നത് ആണോ. പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട് മക്കളെ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഇതിനകത്തുള്ളത്. T3, T4, കാൽസിറ്റോണിൻ, PTH. ഡോക്ടർമാരിങ്ങനെ എഴുതാറില്ലേ T3, T4 ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. IGF, THPO ഒക്കെ ലിവറിൽ. ദെൻ അഡ്രിനോ ആൻഡ്രോജൻസ് എന്നും ഗ്ലൂക്കോകോർട്ടിക്കോസോയിഡ്സ് എന്നും അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ അല്ലെ. നമുക്ക് പെട്ടെന്ന് അഡ്രിനാലിനും നോറഡ്രിനാലിനും പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ ചില നോറഡ്രിനാലിന്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ ന്യൂറോ ഡിസീസുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ മക്കളെ. പ്രോപ്പർ ഡിസീസ് വരുമ്പോഴത്തേക്കും പ്രോപ്പർ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ അഡ്രിനാലിനൊക്കെ അല്ലേ നമ്മളിങ്ങനെ പെട്ടെന്ന് നമുക്ക് സഡൻ ഉണ്ടാകുന്ന ഹോർമോൺ, പേടിയൊക്കെ വരുന്ന സമയത്ത് അല്ലെ. പിന്നെ കിഡ്നിയുടെ കേസിൽ എന്താണ് കാൽസിട്രിയോളും, റെനിൻ, എഫീം, എറിത്രോപ്രോട്ടീൻ അല്ലെ, എറിത്രോപോയറ്റിൻ ഒക്കെ. ഓക്കെ, ടെസ്റ്റ് ആൻഡ്രോജൻസ്, എസ്ട്രാഡയോള്, ഇൻഹിബിന, then what then തൈമോപോയറ്റിൻ അല്ലെ. then സ്റ്റൊമക്കിനകത്ത് ഗാസ്ട്രിൻ, ഗെർലിൻ, then ഹിസ്റ്റമിൻ, then somatostatin, neuropeptide Y, then pancreas, insulin, glucagon, then somatostatin, then ovarial estrogens, progesterone, uterusനകത്ത് prolactin and relaxin അല്ലെ. ഇതെനിക്ക് തോന്നുന്നു ബയോ കുട്ടികൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ മാത്തമാറ്റിക്സ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ഇറ്റ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതില്ലെങ്കിൽ യു ജസ്റ്റ് റീഡ് ദീസ് പോയിന്റ്സ് ഫ്രം സം അതർ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക കേട്ടോ. നിങ്ങളൊന്ന് കണ്ടോട്ടെ, ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇതും കൂടി ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കാൻ. കാരണം എൻ്റെ കയ്യിൽ പുതിയ ബുക്കുണ്ട്, പഴയ ബുക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പഴയ ബുക്കിനകത്ത് ഇതൊന്നും ഇല്ല മക്കളെ, പുതിയ ബുക്കിനകത്ത് മാത്രമേ ഇതൊക്കെ ഞാൻ കണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, എനിവേ സോ വി കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് എഴുതണം എക്സാം കേട്ടോ. Okay, bye bye. See you.